ഈ സുതാര്യമായ അന്വേഷണം നടക്കാത്തത് കൊണ്ടാണ് വാളയാർ കേസിൽ പിണറായി വിജയൻ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് അഭിമാനത്തോടെ പത്രക്കാരെ വിളിച്ചു പറഞ്ഞത്. സരിത എസ് നായരുടെ വെള്ളക്കടലാസ് പരാതി എഴുതി വാങ്ങിയിട്ട് സിബിഐ അന്വേഷണത്തിന് വിട്ടത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള 3 അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം സുതാര്യമല്ല എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ? സിദ്ധാർത്ഥിന്റെ മരണത്തിലും ഈ സമാനമായ സാഹചര്യത്തിൽ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും പിന്നീട് അതിൽ കുറെ തട്ടിപ്പൊക്കെ നടത്തുകയും എന്നാലും സിബിഐ അന്വേഷണത്തിന് അയക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ അന്വേഷണം സുതാര്യമല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ? ജിഷ്ണു പ്രണോയിയുടെ മരണത്തിലും സമാനമായ സാഹചര്യത്തിൽ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തന്നെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണം സുതാര്യമല്ല എന്ന് തോന്നിയത് കൊണ്ടാണോ? ഇവിടെ ജയരാജ് പറയുന്നത് ഒന്നും ന്യായീകരിക്കാൻ പോലും യോഗ്യമല്ലാത്ത പോയിന്റ്സ് ആണ്. ഒരു CPM-ന്റെ സഹപ്രവർത്തകൻ, CPM-ന്റെ പാർട്ടി കുടുംബത്തിൽപ്പെട്ട ആള്, അവരുടെ സർവീസ് സംഘടനയിൽ 33 വർഷക്കാലം ജോലി ചെയ്ത ഒരാൾ, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ സർവീസ് സംഘടനകളുടെ ആളുകൾ മുതൽ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ വരെ പാലിക്കുന്ന ഒരു മൗനമുണ്ട്. ആ കുറ്റകരമായ മൗനം, അത് ചെയ്ത കുറ്റത്തേക്കാൾ, അദ്ദേഹത്തിന്റെ കൊലപാതക സമാനമായ മരണത്തെക്കാൾ വലിയ കുറ്റമാണ് അത്തരം ആളുകളുടെ മൗനം എന്ന് ഞാൻ പറയട്ടെ. അതിനപ്പുറത്ത് ഇത് ആത്മഹത്യയാണെന്ന് ജയരാജന് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്? എന്തെങ്കിലും ആത്മഹത്യാ കുറിപ്പ് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളും മറ്റു കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ആത്മഹത്യയാണെന്ന് CPM-ന്റെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നാവ് കൊണ്ട് പണിയെടുക്കാൻ വരുന്ന സഹയാത്രികർക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ തോന്നുന്ന എന്ത് എവിഡൻസ് ആണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്? തുറന്നു കിടക്കുന്ന വാതിലിലൂടെ നൂറുകണക്കിന് ആളുകൾ കയറി തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ട് ഇത് ആത്മഹത്യയാണെന്ന് പാർട്ടി നേതാക്കന്മാരും തുടർന്ന് ഇങ്ങോട്ട് വരുന്ന മുഴുവൻ സഹയാത്രികരും വിളിച്ചു പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറല്ല. അറ്റ്ലീസ്റ്റ് മഞ്ജുഷയും നിരുപമയും നിരഞ്ജനും തയ്യാറല്ല. ആ കുടുംബം ആവശ്യപ്പെടുന്നത് CBI അന്വേഷണമാണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്, പോലീസിന്, പാർട്ടിക്ക് എന്താണ് മടി? പാർട്ടിയുടെ നേതാക്കന്മാർ ഇതിൽ കുറ്റവാളികളാണ്, അതുകൊണ്ടാണ് പാർട്ടി മടിക്കുന്നത്. അല്ല, PP ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കുടുംബത്തോടമാണ്, നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും അതേസമയം സെക്രട്ടറിയുടെ കുടുംബം മുഴുവൻ PP ദിവ്യയുടെ ഒപ്പം നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ? കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി, മുന്തിയ നേതാക്കന്മാരും പോളിറ്റ് ബ്യൂറോ മെമ്പർമാരടക്കമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ, DYFയുടെ അഖിലേന്ത്യാ കമ്മിറ്റി നേതാക്കന്മാരടക്കം PP ദിവ്യയുടെ ആ കോസിനൊപ്പം നിൽക്കുക ചെയ്തേ. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒരു അനുശോചന കുറിപ്പിറക്കാൻ പോലും DYFയുടെ സംസ്ഥാന കമ്മിറ്റിയോ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയോ SFIയുടെ സംസ്ഥാന കമ്മിറ്റിയോ നാളിതുവരെ തയ്യാറാക്കിയിട്ടില്ല. അവരുടെ 7 ലക്ഷവും 5 ലക്ഷവും ഒക്കെ ഫോളോവേഴ്സുള്ള ഫേസ്ബുക്ക് പേജിൽ നവീൻ ബാബുവിന് ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. അവർ PP ദിവ്യയോടൊപ്പമാണ് നിന്നത്. അത് മാത്രമല്ല, എന്നൊക്കെ പാർട്ടിയുടെ നേതാക്കന്മാർ കൊലക്കേസ് പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഷുക്കൂറിന്റെ, ഷുഹൈബിന്റെ, കൃപേഷിന്റെ, ശരത് ലാലിന്റെ, TP ചന്ദ്രശേഖരന്റെ അടക്കം നിരവധി കൊലപാതക കേസുകളിലൊക്കെ പാർട്ടി എടുത്തിട്ടുള്ള പ്രഖ്യാപിത നിലപാട് കേന്ദ്ര അന്വേഷണ ഏജൻസികളും CBI അടക്കമുള്ള ഏജൻസികളും വരരുത് എന്നാണ്. കേരളത്തിലെ CPM-ന്റെ കുഴലൂത്തുകാരായിട്ടുള്ള അവരുടെ പാർട്ടി സഖാക്കന്മാരായിട്ടുള്ള പോലീസുകാർ മാത്രം അന്വേഷിച്ചാൽ മതി എന്നുള്ള പ്രഖ്യാപിത നിലപാടാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിലും പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ അറിഞ്ഞു നടത്തിയ കൊലപാതകത്തിന്റെ തിരക്കഥയാണ് വരും ദിവസങ്ങളിൽ പുറത്തു വരാനുള്ളതെന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കൊലപാതകമല്ല, ആത്മഹത്യയാണ് എന്നാണല്ലോ അദ്ദേഹത്തിന്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയം മുതൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയാണെന്നാക്കി തീർക്കാനാണ് പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തുറന്നു കിടക്കുന്ന വാതിലുകളും ജനലുകളും തുറന്നു കിടക്കുന്ന ഒരു വീട്ടിൽ അദ്ദേഹം തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് മാധ്യമങ്ങൾക്ക് വാർത്ത പോകുന്നത്. ആ വീടിനകത്ത് തുറന്നു കിടക്കുന്ന വാതിലിനകത്ത് കയറി ഒന്ന് നോക്കാൻ പോലും തയ്യാറാകാതെ ഡ്രൈവർ നാട്ടുകാരെ വിളിച്ചു വരുത്തുന്നു, പോലീസിനെ വിളിച്ചു വരുത്തുന്നു, ആത്മഹത്യയാണെന്ന് ഇവർ സ്ഥിരീകരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇവിടെ കുടുംബം ആവശ്യപ്പെടുകയാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ്, പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പൊക്കെ കുടുംബത്തിന്റെ സാന്നിധ്യം വേണമെന്ന്, അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അത് വെയിറ്റ് ചെയ്യുന്നില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് ആവശ്യപ്പെടുന്നു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നു. കുടുംബം ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും നടത്തി കൊടുത്തില്ല. പക്ഷെ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ നേതാക്കന്മാരും ഒക്കെ കുടുംബത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നതായിട്ടൊരു പ്രതീതി സൃഷ്ടിക്കുന്നു. അപ്പോൾ കുടുംബത്തെ ആ രീതിയിൽ ഒരു വിശ്വാസം നേടിയെടുത്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഏററ്റം വരെ ഉണ്ടാകുമെന്ന് പറയുന്നു. പാർട്ടി സെക്രട്ടറി അടക്കം ആ രീതിയിൽ പറയുന്നു. ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നവീൻ ബാബുവിന്റെ മൃതദേഹം സംസ്കരിക്കുകയല്ല, അത് കത്തിക്കുന്നു. തെളിവുകൾ അവശേഷിക്കാത്ത വിധം കത്തിച്ച് പോകപ്പെടുകയാണ്. നമ്മൾ ഇതിന് സമാനമായ പല കാര്യങ്ങളും ഈ രാജ്യത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഉന്നാവിലെയും ഹത്രാസിലെയും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ മൃതദേഹം കുടുംബങ്ങൾക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അത് ഇല്ലാതാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇവിടെ കുടുംബത്തിലെ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വിട്ടുകൊടുത്തു എന്നുള്ളതിനപ്പുറം ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നവീൻ ബാബു എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഭൗതിക ശരീരം ഇല്ലാതാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കേസിന്റെ അന്വേഷണത്തിന് ആദ്യം ഏൽപ്പിച്ചത്
ചെയ്തത് കണ്ണൂർ CI ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ നഗരത്തിൽ പോയപ്പോൾ നമ്മൾ പല ചർച്ചകളിലും നമ്മുടെ പ്രതിനിധികൾ വന്നിരുന്ന് പറയാറുണ്ട് 100 മീറ്റർ അപ്പുറത്തുള്ള ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിക്കത്ത് കൊടുത്തപ്പോൾ ആരും കണ്ടില്ലെന്ന്. ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്, റോഡിന് അപ്പുറവും ഇപ്പുറമാണ് ജില്ലാ പഞ്ചായത്ത് ഓഫീസും കണ്ണൂർ പോലീസ് സ്റ്റേഷനും ഇരിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷന് 100 മീറ്റർ ഇല്ല, ഒരു 30 മീറ്റർ പോലും ഉണ്ടാവില്ല. അവിടെ വന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിയുടെ മുമ്പിൽ രാജിക്കത്ത് കൊടുത്തപ്പോൾ പോലീസ് അറിഞ്ഞില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒളിവിലിരുന്ന അത്രയും ദിവസം പോലീസാണ് ശരിക്കും ഒളിവിലിരുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുമ്പിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ CI കൊണ്ട് കളക്ടറിന്റെ മൊഴിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് CI ചോദ്യങ്ങൾ ചോദിച്ചായിരിക്കില്ല മൊഴിയെടുത്തിട്ടുള്ളത്. കളക്ടർ കുറെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അത് CI എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനപ്പുറത്ത് കളക്ടറുടെ വിശ്വാസ്യത പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റവന്യൂ മന്ത്രി തന്നെ കുടുംബത്തിന്റെ ഒപ്പമാണെന്ന് പറയുന്നു, ആരോഗ്യമന്ത്രി കുടുംബത്തിന്റെ ഒപ്പം വിലാപ സാഹചര്യത്തിൽ പങ്കെടുത്ത് കരയുന്ന സാഹചര്യമൊക്കെ കണ്ടു. പക്ഷേ അതേ ജില്ലാ കളക്ടർ അതേ തസ്തികയിൽ ഇരുന്നു കൊണ്ട് തെളിവുകൾ നശിപ്പിക്കാനുള്ള സകല സാഹചര്യങ്ങളോടുകൂടി അവിടെ വിരാജിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രൊമോഷൻ അനുകൂലമായിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു സംസ്ഥാന സർക്കാർ. ഇവിടെ 2-3 കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. PP ദിവ്യ എന്ന് പറയുന്ന ഒരൊറ്റയാളിൽ, അതായത് ചിലരൊക്കെ കൂടി തയ്യാറാക്കിയ തിരക്കഥയിൽ അഭിനയിച്ച നടി മാത്രമായിട്ടുള്ള PP ദിവ്യയുടെ ആത്മഹത്യ പ്രേരണ എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരനായിട്ടുള്ള പ്രശാന്തൻ എന്തുകൊണ്ട് പ്രതികർത്തില്ല? ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച ആ വീഡിയോഗ്രാഫറെ എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല? ഓരോ ഘട്ടവും നമ്മൾ പരിശോധിക്കുമ്പോൾ പോലീസ് ഇതിൽ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് ആത്മഹത്യയല്ല, ഒരു കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ള രീതിയിലാണ് ഓരോ ദിവസവും കഴിയുന്നതോറും ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ അവസാനം വരുന്ന റിപ്പോർട്ടുകൾ നോക്കൂ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുമുള്ള ആ വൈരുദ്ധ്യങ്ങൾ, ഇതെല്ലാം കാണാതെ പോയി എന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടറെ തൊട്ട് താഴെ ഇരിക്കുന്ന ഒരു മജിസ്റ്റീരിയൽ പോസ്റ്റിലിരിക്കുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വസ്തുതകൾ കാണാതെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും ഒക്കെ തയ്യാറാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് എന്ത് നീതി കിട്ടുമെന്നാണ് നമ്മുടെ പൊതുസമൂഹത്തോട് ഈ ആഭ്യന്തര വകുപ്പും പ്രോസിക്യൂഷനും ഒക്കെ പറയുന്നത്? എനിക്കൊരു കാര്യവും മനസ്സിലാകുന്നില്ല. അതിനുശേഷവും 2 ഒപ്പുണ്ട് എന്ന് പറഞ്ഞ പ്രശാന്തനെതിരെ കേസെടുക്കുന്നില്ല. നമ്മുടെയൊക്കെ പേരിൽ 2 ഒപ്പുണ്ടെങ്കിൽ നമുക്കതൊരു ക്രിമിനൽ കുറ്റമാണ്. പ്രശാന്തൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാണ് എനിക്ക് 2 ഒപ്പുണ്ടെന്ന്. പ്രശാന്തൻ ബിനാമിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇവിടെ വ്യാജ പരാതി ചമച്ചിട്ടുണ്ട്. നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് 33 വർഷത്തെ കറ പുരളാത്ത ഔദ്യോഗിക കൃത്യനിർവഹണ ചരിത്രമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കുറ്റവാളിയാണ്, അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് ചമയ്ക്കാൻ വേണ്ടിയിട്ട് വ്യാജ പരാതി ചമച്ചത് AKG സെന്ററിന്റെ ഇടനാഴികളിലാണെന്നുള്ള വിവരം പുറത്തു വന്നിട്ട് പാർട്ടിക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. പാർട്ടി പ്രതിനിധികളെ ചാനൽ ചർച്ചയ്ക്ക് പോലും വിടാൻ പറ്റുന്നില്ല. അതിനപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘങ്ങൾ നേരിട്ട് ഇടപെട്ടുകൊണ്ട് നവീൻ ബാബുവിനെതിരെ നേരത്തെ അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് തന്നെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വ്യാജ ആക്ഷേപം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘങ്ങൾ എന്ന് ഇടയ്ക്കിടെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്ത് ചർച്ച നടക്കുമ്പോഴും പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ രക്തക്കറ വാർത്തയായി വന്ന ശേഷം അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ PV അൻവർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. അതിനകത്ത് നമ്മൾ ഈ മൊബൈൽ ചാർജർ കേബിൾ പോലെ 0.5 സെന്റിമീറ്റർ വലിപ്പമുള്ള വണ്ണമുള്ള കയർ ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ഡെമോ ഒക്കെ കാണിച്ച് ഈ മരണത്തിൽ കൂടുതൽ ദുരൂഹതകളും സംശയങ്ങളും നിരത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പല കാര്യങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തു. അക്കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഈ അട്ടിമറിയുമായി ബന്ധപ്പെട്ട്, ഈ കേസിന്റെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് കണക്ഷനുള്ള ആളാണ് എന്നൊരു ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ശശി അത് നിഷേധിച്ചു. അതിനുശേഷം ശശിയെ വീണ്ടും തള്ളി അദ്ദേഹം പ്രതികരിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അൻവറിന്റെ ആ ആരോപണം, ഈ ഉപജാപക സംഘത്തെ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് എടുത്തെടുത്ത് പറയുന്നോണ്ട് ചോദിക്കുകയാണ്, ആ ആരോപണം പ്രതിപക്ഷത്തിനുണ്ടോ? അല്ല, ഞങ്ങൾ അൻവറിന്റെ ആരോപണത്തെ എൻഡോഴ്സ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. ഞങ്ങൾ പൊതുസമൂഹത്തിനുള്ള സംശയം, കേരളത്തിലെ പ്രതിപക്ഷത്തിനുള്ള സംശയം, അതിനേക്കാൾ അപ്പുറം ഈ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ അതിനപ്പുറത്ത് ഒരു കൊലപാതകമാണെന്ന് സംശയിക്കത്തക്ക വിധമുള്ള വസ്തുതകൾ പുറത്ത് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും നീതി അറിയിക്കപ്പെടുന്ന 3 മനുഷ്യരുണ്ട്. ഒന്ന് മഞ്ജുഷ, 2 നിരഞ്ജനയും നിരുപമയും. ആ 3 സ്ത്രീകളുടെ സ്ത്രീ സുരക്ഷ കേരളം എന്നൊക്കെ അഭിമാനിക്കുന്ന കുറെ ആളുകൾ സംസ്ഥാനം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആ 3 ആളുകളുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. PV അൻവർ പറഞ്ഞതിനപ്പുറം ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശി അടക്കമുള്ള ആളുകളുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പരിശോധിക്കണം. അദ്ദേഹത്തിന് വേണ്ടി കൂടി കോടതിയിൽ ഹാജരാക്കുന്ന പാർട്ടിയുടെ വക്കീൽ TP ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിലെ പാർട്ടിയുടെ കൊലപാതകയ്ക്ക് വേണ്ടി നിരന്തരം ഹാജരായിക്കൊണ്ടിരിക്കുന്ന പാർട്ടി വക്കീൽ PP ദിവ്യയ്ക്ക് വേണ്ടി ഹാജരാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിലൊക്കെ പാർട്ടിയുടെ ഈ ഇൻവോൾവ്മെന്റ് നമ്മൾ പരിശോധിക്കണ്ടേ? പാർട്ടി സെക്രട്ടറി മഞ്ജുഷയോടൊപ്പമാണ്, ആ കുടുംബത്തോടൊപ്പമാണെന്ന് പറയും. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ജയിലിലേക്ക് തീർത്ഥാടനം നടത്തിക്കൊണ്ട് ഈ PP ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ
പാർട്ടി ഏത് പക്ഷത്താണെന്നുള്ള പൊതുസമൂഹത്തിന് ബോധ്യമായി. ഇവിടെ പ്രതിപക്ഷവും ജനപക്ഷവും കേരളത്തിലെ മാധ്യമങ്ങളും പൗരബോധമുള്ള മനുഷ്യരും നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇവിടെ CBI വരണമെന്ന് ആ കുടുംബം ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വേണ്ട എന്ന് പറയുന്ന 3 കാര്യങ്ങൾ? എനിക്ക് ഒരു അവസരം, ഒരു മിനിറ്റ് തന്നാൽ മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ 28/1/2021 വാളയാർ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടികളുടെ അമ്മ ആവശ്യപ്പെട്ടതുകൊണ്ട് CBIക്ക് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നു. അതിനു മുമ്പ് സരിത എസ് നായരുടെ പരാതി വെള്ളക്കടലാസിൽ എഴുതി വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള 3 അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവില്ല എന്ന് പറഞ്ഞതിന് ശേഷവും സരിതയുടെ പരാതി അവരെ വിളിച്ചു വരുത്തി, അവർ വാറണ്ട് കേസിലെ വാറണ്ട് പ്രതിയാണെന്ന് ഒരിക്കൽ തന്നെ അവരെ വിളിച്ചു വരുത്തി വെള്ളക്കടലാസിൽ പരാതി എഴുതി വാങ്ങി CBIക്ക് കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്. അവ ആവശ്യപ്പെട്ടാൽ CBI അന്വേഷണത്തിന് കൊടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ എതിരല്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ കേസിലും 10/6/2024 ഇതേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് CBI അന്വേഷണത്തിന് സർക്കാർ എതിരല്ല എന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാർ എതിരല്ലാതിരിക്കെ എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ വിഷയത്തിൽ CBI അന്വേഷണത്തിന് സർക്കാർ എതിര് നിൽക്കുന്നത്, പാർട്ടി എതിര് നിൽക്കുന്നത്, പോലീസ് എതിര് നിൽക്കുന്നത്? അല്ലെങ്കിൽ ആ രക്തത്തിന്റെ ഉറവിടം